അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ലക്ഷ്മി. ആലത്തൂരിന്ന് വരുന്നു. ലക്ഷ്മി എന്ന പേര്. എൻ്റെ മകൻ 18 വയസ്സായി. ഞാൻ ഈശോയിലേക്ക് വന്നിട്ട് 3 വർഷം തികയണം. 2 പെൺകുട്ടികളും ഈശോന് നന്നായി വചനം വായിക്കുകയൊക്കെ ചെയ്യും. 2 ആൺപിള്ളേർക്ക് എന്നോട് താല്പര്യമില്ല, വെറുപ്പാണ് രണ്ടാമത്തെ ചെക്കനെ. പക്ഷെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ മകൻ ഈശോയിലേക്ക് വരുന്നുള്ള ഉറച്ച വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിച്ചു. 18 വയസ്സ് വരെ അവൻ ITI പഠിച്ചു, ജോബ് ആകാനായി. ആളായപ്പോൾ ഒരു കടയ്ക്ക് പോയിട്ട് അവൻ 1 മണി നേരത്ത് വന്ന് കിടന്നുറങ്ങിയതാണ്. പിറ്റേ ദിവസം ഞാൻ വർക്കിന് പോയിട്ട് വരുമ്പോൾ എൻ്റെ മകൻ നല്ലോണം ഉറങ്ങിപ്പോയിട്ട് അമ്മ പറഞ്ഞു, പനി പറഞ്ഞു. അങ്ങനെ ചോറ് വേണം പറഞ്ഞു, ചോറ് മുറ്റത്ത് അങ്ങനെ കപ്പടച്ച് വേണം. അന്നേരം എന്നെ ആശുപത്രി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോയിലേക്ക് അടുക്കപ്പെടാനുള്ള സമയമാണ് എൻ്റെ മകനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയം ഡോക്ടർ എന്നോടും അവനോടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ സമയത്തെ വരാൻ കണ്ടുള്ളൂ, അവനൊരു രോഗമില്ല എന്ന് പറഞ്ഞ് പാരസെറ്റമോൾ ഗുളികയിൽ നിന്ന് അയച്ചു വിട്ടു. എനിക്ക് ആലപ്പുഴയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ പോവുമായിരുന്നു. എൻ്റെ അമ്മയെ അടുത്താക്കിയിട്ട് അവന് പകലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രിയായിരുന്നു. അന്നേരം ഞാൻ പോയി KSRTC സ്റ്റാൻഡിൽ നിന്ന് 10 മണിക്കുള്ള ബസ് കയറുമ്പോൾ എനിക്ക് വിളി വന്നു. എൻ്റെ ചെറിയ മോള്, അമ്മ പൊന്നുവേട്ടന് സുഖമില്ല, പാമ്പ് നാക്ക് നീട്ടുമ്പോൾ അമ്മ നാക്ക് നീട്ടണു, പ്ലേറ്റ് എടുത്ത് വലിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോഴും മനസ്സ് വിടാതെ ഈശോനോട് ഒരു വിട്ട് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ പോകുമ്പോൾ രോഗമില്ല, മരുന്ന് കൊടുക്കുമ്പോൾ രോഗമില്ല. മരുന്ന് കൊടുക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ അസ്വസ്ഥനാകും, പാത്രങ്ങൾ വലിച്ചെറിയ അസ്വസ്ഥതയാവും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയുടെ ആലയത്തിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവനെ എങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈശോ എനിക്കൊരു ഉണർവ് തന്നു. നീ ആശുപത്രിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവനെ അച്ഛനും ഞാനും അവനും കൂടി കൊണ്ടുവന്നു. താഴത്തെ ലിഫ്റ്റിൻ്റെ താഴെ നിന്നിട്ട് ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ പറഞ്ഞു. ഞാൻ അവിടെ വന്ന് സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടോളും പറഞ്ഞു. ഡോക്ടർ ഉണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായപ്പോൾ പോയി പറഞ്ഞു, ഡോക്ടറുണ്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അവനെ ഈ ആലയത്തിൽ ആരാധന ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈശോയും മാതാവും ഇരുത്തി ആലയത്തിലേക്ക് ആരാധന കഴിഞ്ഞ് അച്ഛനെ കണ്ടു. എന്നെ തല്ലുവഴി അടിക്കുകയോ ചീത്ത പറയാത്ത മകനായിരുന്നു. അച്ഛനൊരു കൗൺസിലിംഗ് പോകാൻ അവന് കൊടുത്തുപോയി. അതിൽ നിന്നും എനിക്ക് കിട്ടിയത്, ഞാൻ തളർന്നു പോയി അവൻ്റെ കേട്ട വാക്കുകൾ. മൊബൈലിലൂടെ പലതും അവൻ അതിനടിമയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം അവൻ എന്നോടൊരു പിക്ചർ കാട്ടി പ്രേതത്തിൻ്റെ, ഞാൻ പോലും ഞെട്ടിക്ക് പോയി. പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് അടിമയായിരുന്നു. ആ മേഖല കർത്താവ് എടുത്ത് മാറ്റി. അതിനുശേഷം അവൻ്റെ രോഗം മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഫോണിന് അഡിക്റ്റായിട്ട് ഞാൻ 3 ദിവസം മൊബൈൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സാക്ഷ്യം കിട്ടുന്നു. അങ്ങനെ ഞാൻ പോയി, എൻ്റെ മകൻ മൊബൈൽ പോലും എനിക്ക് തരാത്ത മകനായിരുന്നു. ഞാൻ അന്നേരം മൊബൈൽ തന്നു. 3 പ്രാവശ്യം ഞാൻ വൈകുന്നേരം 3 ദിവസം പ്രാർത്ഥിച്ചു, കുരിശ് വരച്ചു. മൊബൈൽ നോക്കുന്നില്ല, അമ്മയോട് എല്ലാ കാര്യങ്ങൾ പറയും. ജോബായി, അവൻ്റെ അസ്വസ്ഥത മാറി. അപ്പോൾ ജോലി കിട്ടി. അവൻ ITI പഠിച്ച നല്ലൊരു പയ്യനാണ്. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്കും കൂട്ടുകാർക്കും അടിപ്പപ്പെട്ടു പോയി, അല്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതേപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടുത്തെ ഡോക്ടർ 24 മണിക്കൂർ കൂടി ഉണ്ടാകുന്ന ഡോക്ടറാണെന്നുള്ള കാര്യം.